ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ രുചിയിലുള്ള മുരിങ്ങക്ക കറിയാണ്. മുരിങ്ങക്ക കറി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത തവണ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തനി നാടൻ രുചിയിലുള്ള ഈ ഒരു മുരിങ്ങക്ക കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 1 കപ്പ് അളവിലുള്ള മൈസൂർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കുക്കിംഗ് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പരിപ്പ് കുക്കാകാൻ വേണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഓവർ കുക്കാവാതെ നോക്കണം. പരിപ്പ് പകുതി മാത്രം കുക്കാക്കിയാൽ മതി. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കിംഗ് പോട്ട് പകുതി അടച്ചു വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ 1 മുറി തേങ്ങ ചിരവിയതും 6 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് അളവിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. പരിപ്പ് നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. മൈസൂർ പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. പരിപ്പ് ഓവർ കുക്ക് ആവാതെ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ കട്ട് ചെയ്തതും 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുക്കിംഗ് പോട്ട് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്ക കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ മുരിങ്ങക്കായും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് നമുക്കൊരു 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ മുരിങ്ങക്ക കറിക്ക്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.